ഹലോ ഗൈസ്, അഗ്നിപറീസ 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 കണ്ട് എനിക്കും ഇപ്പം എന്തരാ പോലെ ആയി. ഇപ്പോഴൊക്കെ കൊള്ളാം കേട്ടോ. ഇപ്പം നിങ്ങൾ കാണണം, ഇന്നലെ ഇവരെല്ലാവരും കൂടെ ചർച്ചയ്ക്ക് വെച്ച ഒരു വിഷയം അത് വിചിന്തനീയമുള്ളതാണ്, അല്ല ചിന്തനീയമാണ്. എന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ഒരാളെ ആയിരിക്കും മിക്കവാറും ബിഗ് ബോസിനകത്തേക്ക് ചൂസ് ചെയ്യുക. ഐ മീൻ വിന്നറായിട്ട് ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നുള്ള അഖിൽ കോട്ടാത്തല പറയുന്നത് കേട്ടായിരുന്നു. അഖിലെണ്ണം പറഞ്ഞാൽ ചിലപ്പോൾ സക്സസ് ആയിരിക്കും, കാരണം ഏകദേശം ഒരു വിവരം കിട്ടും. അഖിലിനെ ആര് വിജയിപ്പിച്ചെന്നുള്ളതിൽ എനിക്കിപ്പോഴും ഒരു ഡൗട്ടുണ്ട്. ഈ പറയുന്ന ഏഷ്യാനെറ്റ് ടീം അഖിലെണ്ണൻ്റെ കൂടെയാണോ എന്നൊരു സംശയം എനിക്ക് അപ്പോഴും തോന്നിയിരുന്നു. കാരണം ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ഒരുത്തനാണ് അഖിൽ. അയാൾ എങ്ങനെ ജയിച്ചു എന്നുള്ളത് എൻ്റെ ഇപ്പോഴത്തെയും കൺഫ്യൂഷനാണ്. എനിവേ, നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പോൾ എന്താ അഗ്നിപരീക്ഷയെ പറ്റി ആരും അങ്ങനെ റിവ്യൂ ഇടാത്തതെന്ന് മനസ്സിലാവുന്നില്ല. സമയമില്ലാത്തതുകൊണ്ടാണോ, ഓണത്തിരക്കാണോ, ഓണത്തല്ലാണോ, എന്താണെന്ന് അറിയത്തില്ല. ഏതായാലും അതിനകത്ത് നല്ല സൂപ്പർ ഓണത്തല്ല് നടക്കുന്നുണ്ട്. അഗ്നിപരീക്ഷയിലേക്ക് വരൂ, നമുക്ക് അങ്ങോട്ട് തന്നെ പോകാം. ആദ്യം അവിടെ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക്, ഇന്നത്തെ ടാസ്ക് കുറച്ച് അട്രാക്റ്റീവ് ടാസ്ക്കാണ്. ടാസ്ക് ഇതാണ്: ഒരാളെ നെഗടിക്കണം, ഒരാളെ ഹീറോ ആക്കണം, ഒരാളെ സീറോ ആക്കണം. ഒരാളെ വില്ലനും ഒരാളെ ഹീറോ ആയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. 12 പേരേ ഉള്ളൂ. ഈ 12 പേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹീറോയും സീറോയും ആക്കണം. ഇങ്ങനെ ആക്കുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് അറിയാമോ? ഈ ബിഗ് ബോസിനകത്തൊരു കളിയുണ്ടല്ല, ആഴ്ചയിലൊരിക്കലുള്ള പുറത്താക്കൽ പരിപാടി. അപ്പോൾ നമ്മൾ ഒരാളെ നോമിനേറ്റ് ചെയ്യണ്ടേ, ആ പരിപാടിയുടെ മറ്റൊരു വേർഷനാണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന 12 പേരെ നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് വലിയ മെമ്മറി പവറൊന്നും ഇല്ലാത്തതുകൊണ്ട് 1-2 ഞാൻ ഓർത്ത് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ഒന്ന് കാൽക്കുലേറ്റ് പറയാം. ലോലിത, ശോന, പിന്നെ അങ്ങനെയൊക്കെ തന്നെ കുറേ എണ്ണം ഉണ്ടടേ. ഇത് രണ്ടിനെയും മനസ്സിൽ നിന്ന് മാറില്ല. ഷിബിന, സോന, ലൊലിത, ഈ 3 നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. പിന്നെ എൽദോയും കൊള്ളാം. എൽദോ ഒത്തിരി അത്യാവശ്യം കേപ്പബിലിറ്റി ഉള്ള ഒരുത്തനാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് എനിക്ക് തോന്നുന്നൊരു 3 പേഴ്സൺസ് അകത്ത് പോകാൻ ആപ്റ്റായവരാണ്. അകത്തേക്ക് വിടുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ടാസ്ക് ഇതാണ് ഉദ്ദേശിക്കുന്നത്: നിങ്ങളൊരു നെഗറ്റീവ് പേഴ്സണെയും ഒരു പോസിറ്റീവ് പേഴ്സണെയും ചൂസ് ചെയ്യാനാണ്. ആക്ച്വലി ഇതിനകത്ത് നെഗറ്റീവ് പേഴ്സൺ ആരാണോ അയാളാണ് റിയൽ വിന്നർ ആവുക. എന്തുകൊണ്ടെന്നറിയാമോ? അവിടെ നിന്ന് പറ്റിയ ഒരു വ്യക്തി, തനിക്ക് എതിരാളിയായ ഒരു വ്യക്തിയായിരിക്കും ഈ പറയുന്ന കണ്ടസ്റ്റൻറ്റ് ചൂസ് ചെയ്യുക. അതിൽ നിന്നാണ് ഈ ജഡ്ജസിന് മനസ്സിലാവുക ഈ ആള് വേണ്ട ആളാണ്, ഈ ആള് ഈ പറയുന്ന വ്യക്തിയുടെ ഒപ്പോണൻ്റാണ്. നമുക്ക് ഈ വ്യക്തിക്ക് അഗെൻസ്റ്റായിട്ട് ഒത്തിരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നമുക്ക് ചൂസ് ചെയ്യാം എന്നാണ്. കോംപ്ലിക്കേറ്റഡ് ആയില്ലേ? ഞാനും കോംപ്ലിക്കേറ്റഡാണ്, അതുകൊണ്ട് തന്നെ അങ്ങനെ പറഞ്ഞത്. എനിവേ, നമുക്കാദ്യം ടാഷിയെ വിളിക്കാം. ടാഷി, ലൊലിത. അപ്പോൾ ടാഷി പറയണത് ലളിതയാണ്. അല്ലല്ല, ശ്യാമാണ് ആദ്യം വരുന്നത് കേട്ടോ. ടാഷിയല്ല, ടാഷി, ഷാമോന്, പിന്നെ ഷിജിൻ ലാൽ, കുറേ പേരുണ്ട്. അപ്പോൾ ശ്യാമാണ് ആദ്യം വരുന്നത്. ശ്യാമിന് ടാഷിയാണ് ശത്രുവായിട്ട് തോന്നുന്നത്, അല്ല മിത്രമായിട്ട് തോന്നുന്നത്. ടാഷി എന്ന് പറയുന്നത് കുഴപ്പമില്ല കേട്ടോ, എനിക്കത് പക്ഷേ അത്ര പിടിച്ചിട്ടില്ല. ലളിത ശരിയല്ല എന്ന്, ലളിതയെ അത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ ശ്യാം അതിന് പറയുന്ന കാരണം വളരെ സില്ലി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ബട്ട് ഇറ്റ് ഈസ് ഓക്കെ. ടാഷിയുടെ വാക്കിൽ ഷാൻ മോൻ ബി ഹീറോ, വില്ലൻ സോന. അപ്പം ഇനി അടുത്ത് ടാഷിയാണ് പറയേണ്ടത്. ഇത്രയും നേരം പറഞ്ഞത് ശ്യാമാണ്. ശ്യാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പം ശ്യാം ടാഷിയെയും ലളിതയെയും വിളിക്കുന്നു. ലളിത ശത്രുവാകുന്നു, ടാഷി മിത്രമാകുന്നു. കണ്ണാടി വെച്ച് കൊടുക്കും, മറ്റേൾക്ക് പൊട്ട് വെച്ച് കൊടുക്കും, വില്ലൻ പരിവേഷം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം അവർ രണ്ടുപേരും പറഞ്ഞെങ്കിൽ വിടുത്തുറക്കി പറഞ്ഞു വിടാം, പാപ്പാ എന്ന് പറയാം. അടുത്ത് നിൽക്കുന്നത് ആരാണ്? ടാഷിയാണ്. അപ്പോൾ ടാഷിയുടെ വാക്കിൽ ശ്യാമോൻ, അതായത് ആ ആംബുലൻസ് ഡ്രൈവറല്ലേ, പുള്ളിക്കാരൻ ഹീറോ ആണ്. എന്തിനാണ് അവനെങ്ങനെ ഹീറോ ആക്കിയെന്നുള്ള കാര്യം എനിക്കും കൺഫ്യൂഷനാണ്, ജഡ്ജസിനും കൺഫ്യൂഷൻ ആകുന്നുണ്ട്. വില്ലനായിട്ടുള്ളത് സോന. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോർഷൻ. സോനയെ എന്തുകൊണ്ട് വില്ലത്തിയാക്കി എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും സംശയം. എല്ലാവരും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യം അതാണ്, എന്തുകൊണ്ടാണത്. അപ്പോൾ അഖിൽ മാരാര് ശരിക്കും പറഞ്ഞാൽ സോനയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ടാസ്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ചൂസ് ചെയ്യുന്ന ആൾക്കാർക്കുള്ളതാണ്. അതായത് നെഗറ്റീവ് കൂടുതലുള്ള ആൾക്കാരെ ആയിരിക്കും മിക്കവാറും ഇവർ ചൂസ് ചെയ്യുക. ഇപ്പം ഒരാൾ വന്നു നിന്നിട്ട് പറയും എനിക്ക് ഇയാളെ ഇഷ്ടമാണ് കേട്ടോ, ഇയാളെ കുഴപ്പമാണ് കേട്ടോ എന്ന് പറയുമ്പം അയാളുടെ തലയിൽ കയറുന്നത് കുഴപ്പമാണ് എന്ന് പറഞ്ഞവരെ റിജക്റ്റ് ചെയ്യപ്പെടുകയും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ ആളുകളെ അക്സെപ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുമെന്നാണ് ധാരണ. ആക്ച്വലി അതല്ല. ടാസ്കിൽ റിജക്റ്റ് ചെയ്യപ്പെട്ട ആൾക്കാണ് കൂടുതൽ ഓപ്പർച്യൂണിറ്റി എന്നാണ് എനിക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായെന്ന് നിങ്ങൾക്ക് കമൻറ്റിൽ പറയാം. കാണുന്നവരാണെങ്കിൽ, ആരും കാണുന്നില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത്രയ്ക്കുണ്ട് അതിൻ്റെ ഇത്. ഏതായാലും എന്തുകൊണ്ട് പിന്നെ ഷിബിന ഓക്കെ ആയി, അത് ഈ പറയുന്ന ആൾക്ക് ഷിബിന ഓക്കെ ആകുന്നുണ്ട്, ഷിബിനയ്ക്ക് ഹീറോ ആകുന്നുണ്ട്, ലോലിത വില്ലത്തിയാകുന്നുണ്ട്.
ഈ സോനയ്ക്ക് ഏറ്റവും കൂടുതൽ ഹേറ്റേഴ്സ് അവിടെ ഉണ്ട്. അത് എന്താണ് എന്നുള്ളത് ഒരു കൺഫ്യൂഷനായിട്ട് അവിടെ നിലനിൽക്കുക. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, സോന നല്ല കുശുമ്പത്തിയാണ്. കുശുമ്പത്തിനെ മീൻസ് പൊട്ടിത്തെറിച്ച കാര്യങ്ങൾ പറയും. അത്യാവശ്യം അവളുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് അഭിനയിക്കാൻ അധികം അറിയില്ല എന്നെനിക്കൊരു ഫീലിംഗ് ഉണ്ട്. പക്ഷേ എന്നാലും അവളുടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ആ ട്രൈ മറ്റുള്ളവർക്ക് പിടികിട്ടുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ബേസിക് ലൈനെന്ന് ഞാൻ തെറ്റിദ്ധരിക്കുന്നു, അറിയത്തില്ല. അപ്പോൾ ഇതിനകത്ത് അഖിൽ അവരെ ക്ലിയർ ആയിട്ട് പൊളിച്ച് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഷിബിന ഹീറോ ആകുന്നു, ലോലിത വില്ലത്തിയാകുന്നു. അടുത്ത ആളിൻ്റെത് അതിൽ എന്താണ് അങ്ങനെ വരുന്നത്, സോനയോടുള്ള അസൂയയാണ് എന്നുള്ളത് കൃത്യമായി ഈ ജഡ്ജസ് മെനക്കെട്ട് അതങ്ങ് പൊളിച്ച് കൈ കൊടുക്കുകയാണെന്ന്. സോനയുടെ അടുത്ത് ചോദിക്കുന്ന ചോദ്യത്തിലാണ് സോന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷിബിനയെ വിളിച്ചിട്ട് പറയും, ഷിബിന ഓക്കെയാണ്, എനിക്ക് ഷിബിനയെ ഇഷ്ടമാണ് എന്ന്. ഷിബിനയും സോനയും, അതായത് ബ്രൗൺ ഗേൾ എന്ന് പറഞ്ഞ ബ്രൗൺ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറഞ്ഞ ആ കുട്ടിയും ഈ സോന എന്ന് പറയുന്ന കുട്ടിയും തമ്മിൽ കുറച്ചൊരു സിമിലാരിറ്റി ഉണ്ട്. അവർ രണ്ടുപേരും ഒരേ ക്രൂക്കഡ് മെൻറ്റാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അവളെ വില്ലത്തി ഹീറോയുമാക്കും, ലോലിതയെ അവൾ നെഗറ്റീവാക്കും. എന്തിനാണ് ലോലിതയെ നെഗറ്റീവാക്കുന്നതെന്ന്, കൂട്ടത്തിൽ ക്യൂട്ടായിട്ടുള്ളത് ലോലിതയാണ്. കാണാനും ചന്തവും അത്യാവശ്യം ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിട്ടുള്ളത്. മിക്കവാറും എല്ലാ ആമ്പിള്ളേരും ലോലിതയിൽ അഡിക്റ്റഡ് ആണ്. ലോലിതയുടെ ആ പഞ്ചാര വർത്താനത്തിൽ എല്ലാവന്മാരും പെങ്ങളുട്ടി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദന ഉണ്ടായിരുന്നില്ലേ, ആ ടേമിലേക്കാണ് ലോലിത വന്നിട്ടുള്ളത്. അത് സഹിച്ച് പൊറുക്കാതെ വന്ന ഷിബിനെയും സോനയും ലോലിതയെ തന്നെയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അത് പൊളിഞ്ഞ് എല്ലാവർക്കും അത് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. സോനയ്ക്ക് അസൂയ കൊണ്ട് മാത്രമാണ് ലോലിതയെ അങ്ങനെ നീക്കി നിർത്താനുള്ള ശ്രമം നടത്തുന്നതെന്ന് എല്ലാവർക്കും പിടികിട്ടി പൊളിഞ്ഞ് പാളീസാവുന്നു. അടുത്ത ഷിബിനയുടെ ടേണാണ്. ഷിബിനയ്ക്ക് രാകേഷാണ് വില്ലൻ. രാകേഷ് ആരാണെന്ന് പറഞ്ഞാൽ കാർപ്പൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ആളുണ്ടല്ലോ, പുള്ളിക്കാരനെ വില്ലൻ എന്ന് പറയുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ റീസൺ അതാണ് കോമഡി. ഇതോടെയാണ് ഈ ഷിബിനെയും പൊളിഞ്ഞു പോണത്. എന്തുകൊണ്ട് അയാളെ വേണ്ട, അയാൾ കൊള്ളത്തില്ല എന്ന് അയാൾ വില്ലൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ലോലിതയെ പെങ്ങളൂട്ടി എന്ന് കൊഞ്ചിക്കുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന്. എന്തോ ഏതായാലും ഷിജിലാലാണ് അയാൾക്ക് ഇഷ്ടപ്പെട്ട ആൾ. ഷിജിലാലിനെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഒരു വിറയലൊക്കെയുള്ള ഒരു പയ്യനില്ലേ, അയാളാണ് ഷിജിലാലെന്ന് തോന്നണു കേട്ടോ. എനിക്ക് അയാൾ അത്ര പോരാ. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അഭിപ്രായം കേൾക്കണ്ടേ നിങ്ങൾക്ക്. അടുത്തത് രാകേഷ് ഗുഡ്, അടുത്തത് രാകേഷാണ്. വില്ലത്തിയായിട്ട് വരുന്നത് ഷിബിനയാണ്. ഇവിടെയും ഷിബിനയാണ് വില്ലത്തിയായിട്ട് രാകേഷ് ചൂസ് ചെയ്യുന്നത്. ആ കാർപ്പൻറ്റർ എന്ന് പറയുന്ന ആളിനെയാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പറഞ്ഞാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ്, അല്ലാതെ അയാൾ പണിയെ കളിയാക്കിയതൊന്നും അല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. ഇവിടെ ഫോട്ടോ ഒന്നും വെക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. ഫോട്ടോയൊക്കെ എടുത്ത് വെച്ച് അവർ സ്ട്രൈക്ക് തരുന്നു. സംഭവം യുകെ അഭിയ എന്ന് പറയുന്നത് ആ മുസ്ലിം കുട്ടിയാണ്. ഇത്തിരി തടിയൊക്കെ ഉള്ള ഒരു കുഞ്ഞാണ്. അവളെയാണ് അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നത്. വില്ലത്തി ഷിബിന സെയിം ഇതേ സാധനം തന്നെ. രാകേഷിനോടും എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. വൈ ഷിബിന, എന്തുകൊണ്ട് നിങ്ങൾ ഷിബിനയെ വില്ലത്തിയായിട്ട് ചൂസ് ചെയ്തു എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് രാകേഷിന് ഉത്തരം നെഹിഹേ. അതിൽ നിന്ന് മനസ്സിലാകുന്നത് രാകേഷിൻ്റെ പ്രശ്നവും അസൂയ തന്നെയാണ് എന്നുള്ളത്. അത് അവരെ രണ്ടുപേരും അവിടെ നിർത്തുന്നു. പിന്നെ ഷിബിന തിരിച്ച് രാകേഷിൻ്റെ അടുത്ത് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു. ഞാൻ എവിടെയാണ് കുത്തിത്തിരിപ്പുണ്ടാക്കിയത്, ഞാൻ എവിടെയാണ് സംസാരിക്കാൻ പോയത്, ഞാൻ എവിടെയാണ് നിങ്ങൾ പറഞ്ഞ കണക്ക് റോങ് ആയിട്ട് നടന്നത്, നിങ്ങളത് പറഞ്ഞിട്ടേ പോകണമെന്ന് പറഞ്ഞു. 1 ഫൈറ്റ് സീൻ. അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ സോനയും ഷിബിനയും ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിൽ പോവേണ്ട താരങ്ങളാണെന്ന് എനിക്ക് തോന്നിയത്. അവർ ആപ്റ്റാണോ അല്ലയോ എന്നുള്ളത് അവർ പോകണമെന്ന് എനിക്ക് തോന്നി. ശ്യാം ഒരു നല്ല പിള്ള ഗെയിമാണ് കളിക്കുന്നത്. അതുകൊണ്ട് ശ്യാം പോകണമെന്നുള്ളത് എൻ്റെ അഭിപ്രായമല്ല. പക്ഷെ പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പോകാണ്ടാത്ത ആളാണ് എന്നെനിക്ക് ഫീൽ ചെയ്യുന്നു. ഭയങ്കര നല്ല പിള്ള, നന്മ മരം ചമയുന്നുണ്ട്. അടുത്തത് വന്നതാരാണ്? അഭിയയ്ക്ക് ഹീറോ ശ്യാമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഈ പഞ്ചാരക്കുട്ടനും പഞ്ചാരക്കുട്ടികളെയൊന്നും അതിനകത്ത് കൊണ്ട് ഇടരുത്, വേസ്റ്റാണ്. വില്ലൻ സോന. ഞാൻ പറഞ്ഞില്ലേ, സോനയാണ്. അഭിയും പറയുന്നത് സോനയാണ് കുഴപ്പമെന്നാണ്. അപ്പോൾ സോന ആപ്റ്റായ ഒരു എതിരാളിയാണ് ഇവർക്കൊക്കെ എന്നുള്ളത് രത്ന ചുരുക്കം. പിന്നെ ജഡ്ജസിൻ്റെ ഒരു ഭാഗം, ജഡ്ജസ് സപ്പോർട്ട് ചെയ്യണതൊക്കെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലാകുന്നത് സോനയ്ക്കാണ് എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം. അപ്പോൾ സപ്പോർട്ട് കൊടുത്തതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ മൊത്തം അനലൈസേഷനിൽ എനിക്ക് മനസ്സിലായത് സോന അകത്ത് പോകും. അപ്പോൾ ആരൊക്കെയാണ് അകത്ത് പോകണമെന്ന് നിങ്ങൾ കൺഫ്യൂഷൻ മാറണ്ട. സോന, ഷിബിന, ഇവർ രണ്ടുപേരും തന്നെ മെജോറിറ്റി ഓഫ് ദം വേണ്ട എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. അടുത്ത് ടാഷി വില്ലൻ, ഹീറോ ലൊലിത. അതാർക്കാണെന്നറിയാമോ? എൽദോയ്ക്കാണ്. എൽദോ അത്യാവശ്യം ആപ്റ്റായ, ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞാലും എങ്ങനെ വേണാലും 4 കാലി വീഴുന്ന ഒരു പൂച്ചയായിട്ടാണ് എൽദോയെ ഫീൽ ചെയ്തത്. ഇയാളും ഒരു ബിഗ് ബോസ് മെറ്റീരിയലാണ്.
അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റാണ്. സെയിം ലൈക്ക് നമ്മുടെ അഖിലിനെ പോലെ തന്നെ ഒരു കണ്ടസ്റ്റൻ്റാണ്. മേ ബി അയാൾ കയറുകയാണെങ്കിൽ ചിലപ്പം അയാൾ ഗപ്പ് കൊണ്ടുപോകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. വെൽത്തിയാണ്, മെൻ്റലി വെൽത്തിയാണ്, മൊത്തത്തിൽ കൊള്ളാം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എൽദോയുടെ കേസാണ് കേട്ടോ. പിന്നെ എൽദോ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും കൺവിൻസിങ് ആവുന്ന മറുപടിയാണ് എൽദോ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എൽദോ ചിലപ്പം ചാൻസസ് ഉണ്ട്. പിന്നെ ശിവിനെ വില്ലൻ എന്ന് പറയുന്നത്, പൂജയെ ഹീറോ എന്ന് പറയുന്നത് ലോലിതയാണ്. അടുത്ത ചാൻസ് കൊടുത്തിരിക്കുന്ന ലോലിതയ്ക്കാണ്. ലോലിതയ്ക്ക് പൂജയാണ് ഹീറോ. പൂജ കുഴപ്പമില്ല കേട്ടോ, പൂജ 50-50 ആണ്. പക്ഷേ പൂജ മുൻപോട്ട് പോകാൻ ചാൻസ് കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശ്യാമോൻ വന്നിട്ടുണ്ട്. ശ്യാമോൻ നമ്മുടെ ആംബുലൻസ് ഡ്രൈവർ, പുള്ളിക്കാരൻ വന്നിട്ട് എൽദോയിനെ വില്ലൻ എന്ന് പറയുന്നു. അവിടെയാണ് എനിക്ക് എൽദോയുടെ കേപ്പബിലിറ്റി പിടികിട്ടിയത്. അവർ എൽദോയെ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എൽദോ ഗുഡാണെന്നാണ് അർത്ഥം. പിന്നെ ഹീറോ എന്ന് പറയുന്നത് അത് സത്യം പറഞ്ഞാൽ ശ്യാമോൻ ആ പറഞ്ഞ ഒരു സംഗതിയിൽ തന്നെ ശരിക്ക് പറഞ്ഞാൽ പിടിച്ച് അത് അഖിൽമാരാണ് പിടിക്കുന്നത്. അവനെ കൈയോടെ പൊക്കുന്നുണ്ട്. പേഴ്സണൽ ഗ്രഡ്ജാണ്, അല്ലാതെ വേറൊന്നുമല്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമില്ലായ്മ, അത്രയേ ഉള്ളൂ. അല്ലാതെ ആപ്റ്റായിട്ടൊരു കാരണം കാണിക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടില്ല. ഈ ഒറ്റ ഒരെണ്ണത്തിനും ടാസ്ക് എന്താണെന്ന് ശരിക്കും പിടികിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പിന്നെ വരുന്നത് ഷിബിനയുടെയാണ്. ഷിബിനെ വില്ലത്തിയാണ്, എൽദോ ഹീറോയാണെന്ന് ഷിജിൻ പറയുന്നു. ഷിജിൻ്റെ ടേണാണ് വരുന്നത്. അപ്പോൾ ഷിജിൻ്റെ ടേണിൽ ഷിബിനെ വില്ലത്തിയാക്കുന്നു. പക്ഷേ അവിടെയും ഷിബിനെ സ്കോർ ചെയ്യും. അത് വിത്ത് സപ്പോർട്ട് ഓഫ് ജഡ്ജസ്. വഴക്കാളിയാണ് ഷിബിന എന്നുള്ളത് പ്രൂഫ് ആകുന്നു. ആ ഒരു പോയിൻറ്റും കൂടെ ആഡ് ചെയ്യുമ്പം ഷിബിന ടു ഗുഡ് ഫോർ ബിഗ് ബോസ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കയറ്റി വിടുവില്ലെന്ന് എനിക്കറിയത്തില്ല. അവൾ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അടുത്ത് വരുന്നത് ആരാണ്? ഹീറോ ആയിട്ട് അഭിയയും വില്ലയായിട്ട് സോനയും. ഷിജു ആണ് വരുന്നത്. ഷിജിലാൽ അയാളാണ് അടുത്ത് വരുന്നത്. ഈ ഷിജിലാലാണ് കഴിഞ്ഞ തവണത്തെ ഇതിനകത്ത് ഇച്ചിരി ഷിവറിങ് ഒക്കെ കാണിച്ച് ഒരു പേടിത്തൂറിയെ പോലെയൊക്കെ നിന്നത്. അയാളൊരു മെറ്റീരിയൽ അല്ല കേട്ടോ, ബിഗ് ബോസ് മെറ്റീരിയൽ അല്ല. അപ്പം ഈ 3 പേര് മിക്കവാറും അകത്തേക്ക് പോകാം. ബാക്കിയൊക്കെ ഇങ്ങനെ നടക്കുന്നു. ലോലിത അകത്തേക്ക് പോകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ബിക്കോസ് നന്ദന എന്ന് പറയുന്ന ഒരു വാഴയുടെ ഗെയിം നമ്മൾ കണ്ടതാണ്. വാഴയും വാഴത്തോട്ടവും നന്ദനയും ഒക്കെ അതിനകത്ത് കണ്ടു. അതിന് ശേഷവും വെളിയിൽ ഇറങ്ങിക്കിടന്നുള്ള കൂട്ടിൻ്റെ ഓവർലോഡ് വാഴി തൂർന്ന കുറേ എണ്ണത്തിന് നമ്മൾ പിന്നെയും കാണേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ അവൾ ഒരു നല്ല ആൾ അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അതിന് ഒരുപാട് അവിടെ ഇങ്ങനെ വാരി ഒഴിക്കാനായിട്ട് കുറേ എണ്ണം വരും. അതിൻ്റെ കൂടെ ഒരു ബബ്ലി നാരങ്ങയും കൂടെ കയറ്റി വിടേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെയും ഡൗട്ട്. ആകെ മൊത്തം ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്ന് മനസ്സിലാകുന്നത് അതിനകത്തേക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ 3 പേരുണ്ട്. ഒന്ന് സോന, ഒന്ന് ഷിബിന, ഒന്ന് എൽദോ. ഈ 3 പേര് ആപ്റ്റായിട്ടുള്ളവരായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു 50-50 ചാൻസ് ഉള്ളതെന്ന് പറഞ്ഞാൽ ശ്യാമും പൂജയുമാണ്. ലോലിതയും ഉണ്ട്. പക്ഷേ ചാൻസ് വളരെ കുറവാണ് ശ്യാമിന് എന്നുള്ളതാണ്. കാരണം തീർത്തും ഒരു നന്മമര കളിയാണ് അവൻ കളിക്കുന്നത്. പക്ഷേ അവൻ്റെ ഫേസ് എക്സ്പ്രഷൻ, അവൻ്റെ ഇന്നർ മൈൻഡ് അതിങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. അവന് നല്ല രീതിയിൽ ഗ്രഡ്ജ് ഉണ്ട് എല്ലാവരുടെ അടുത്തും. ബട്ട് ഒരു നല്ല പിള്ള കളി അവൻ കളിക്കുന്നുണ്ട്. ആകെ മൊത്തം ഇന്നത്തെ സബ്ജക്റ്റ് അതായിരുന്നു. ഞാൻ രാവിലെ കണ്ടിട്ട് ആലോചിക്കുകയായിരുന്നു, ചേട്ടാ ഇതിനാണ് നമ്മൾ ഉറക്കം ഒഴിഞ്ഞിരുന്ന് ഈ ഭ്രാന്ത് കാണുന്നതെന്ന്. പക്ഷെ ഇന്നലത്തെ നല്ലതായിരുന്നു. അത്യാവശ്യം ജഡ്ജസിന് വലിയ ഓപ്പർച്യൂണിറ്റി ഒന്നും ഇല്ലാതെ കുറച്ച് ക്ലെവറാണ് ജഡ്ജസ് എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ഇന്നലത്തെ ഒരു എപ്പിസോഡ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അത് മിസ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ പോയി കാണുക. ഈ പ്രോഗ്രാമിൽ ഈ ഒരു പ്രസ്തുത എപ്പിസോഡിൽ കൂടെ നിങ്ങൾക്ക് ഇതിലേക്ക് വേണ്ട ആര് വേണ്ട എന്നുള്ളതിൽ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഡെപ്തിലേക്ക് ഈ 3 കണ്ടസ്റ്റൻറ്റ് 3 പേരെയാണ് അവർ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ കണ്ടെത്താൻ സാധിക്കും. മൊത്തം 6 പേരുണ്ട് ലൈനിൽ. ബാക്കി 6 പേര് വേസ്റ്റാണ്, കളയുന്നതായിരിക്കും നല്ലത്. രാകേഷൊക്കെ വേസ്റ്റാണ്. അവരെയൊന്നും ബിഗ് ബോസിനകത്തേക്ക് പറഞ്ഞു വിടാതിരിക്കുന്നതാണ് നല്ലത്. പറഞ്ഞു വിട്ടാലും ഫസ്റ്റ് വീക്കിൽ തന്നെ അവർ പുറത്തു പോകാനാണ് ചാൻസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷിജിൻ ലാൽ നോ വേ. അതേപോലെ ശ്യാമോൻ അതും നോ വേ. ഒരു ആംബുലൻസ് ഡ്രൈവർ എന്ന ഒരു കേപ്പബിലിറ്റി അത് മാത്രം ഒരു അഡ്വാൻറ്റേജ് വെച്ചുകൊണ്ട് അതിനകത്തേക്ക് കടക്കാൻ നോക്കുന്നത് ശരിയല്ല. ഇതെന്തുകൊണ്ട് പറയണമെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരുപാട് രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ വരും. അതിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നവരായിരിക്കണം ലാസ്റ്റ് വരെ നിൽക്കേണ്ടത്. അത് എൽദോ പ്രൂഫ് ചെയ്തിട്ടുണ്ട്. ഹീസ് ഏബിൾ എന്നുള്ളത് പ്രൂഫ് ചെയ്തിട്ടുണ്ട്. അതായത് ബ്രെയിൻ, ഫൈറ്റിംഗ് മോഡ്, ഗ്രഡ്ജ് മൂഡ്, അതേപോലെ കുശുമ്പ്, കുന്നായ്മ, ട്രിക്ക്, അത്യാവശ്യം ടാക്ടിക്സ്, ക്രൂക്കിഡ്, ഇതിൻ്റെ കൂടെ തന്നെ ഹെൽത്തി, ഇതെല്ലാം ഉള്ള ആളാണ് എൽദോ. ആൻഡ് ഷിബിന ആൾസോ സെയിം, സോന കുറച്ചുകൂടെ ക്ലെവറാണ്. മീൻസ് അത്യാവശ്യം ക്രൂക്കിഡ് ആണെങ്കിലും ക്ലെവറും കൂടെയാണ്.
അപ്പോൾ ഇതൊക്കെയാണോ മാനദണ്ഡമെന്ന് ചോദിച്ചാൽ ബേസിക്കലി നമ്മൾ ഇത്രയും നാൾ കണ്ടിരിക്കുന്ന ബിഗ് ബോസിനകത്ത് ഇതൊക്കെ തന്നെയാണ് കുട്ടികളെ മാനദണ്ഡം. നിങ്ങൾക്ക് ആകെ ഒരു കൺഫ്യൂഷൻ ആയോ ഇല്ലെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽഡിങ് വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. തൽക്കാലം ഇത്രയേ ഉള്ളൂ. കാണുക, തീർച്ചയായിട്ടും കാണണം. ഇത് ബിഗ് ബോസ് കാണാൻ ഉദ്ദേശിക്കുന്നവർ ഇന്നലത്തെ എപ്പിസോഡ് കാണണമെന്നാണ് എൻ്റെ റിക്വസ്റ്റ്. നന്ദി.